ഗൈസ് വെരി വെരി ഗുഡ് മോർണിംഗ്. എൻ്റെ കഴുത്തൊക്കെ ഇതായിട്ടിരിക്കുക. രാവിലെ തൊട്ട് പണിയാണ് ഗൈസ്. ഇപ്പൊ ക്യാബേജ് ഒക്കെ നുറുക്കി കഴിഞ്ഞോളൂ അല്ലെ? നിനക്ക് എന്ത് വയ്യേ? സുഖറവ് ഗൈസ്. ഇന്ന് നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് ഞങ്ങളുടെ കുഞ്ഞന്റെ 28ആണ്. കുഞ്ഞൻ രാവിലെ തന്നെ കുളിച്ച് കരഞ്ഞ് ബഹളായി കിടക്കണ്ട്. ഇപ്പൊ കിടന്ന് ഉറങ്ങ. ഹസിക്കുട്ടൻ ഉറങ്ങില്ലേ? അവൻ രാവിലെ എണീറ്റു പാലൊക്കെ കുടിച്ചു. ഒന്നും ചെയ്യില്ലത്. പാവല്ലടി. നമ്മൾ പറഞ്ഞ നേച്ചറിനോട് ഇണങ്ങി ജീവിക്കുന്ന ആൾക്കാരുകളാണ്. നമുക്ക് ജീവികളെ ഒന്നും കൊല്ലാനൊന്നുള്ള അനുവാദമില്ല ഈ ഭൂമിയിൽ അല്ലേ? നമ്മളൊന്നും ചെയ്യാൻ പാടില്ല ഗൈസ്. അപ്പൊ പറഞ്ഞു വരുന്നത് കാര്യം വെച്ചാല് കുഞ്ഞ് രാവിലെ തൊട്ട് ഭയങ്കര അലമ്പായിരുന്നു. ഭയങ്കര അലമ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര അലമ്പ്. കുളിക്കാനൊന്നും ഒരു രക്ഷ ഉണ്ടായില്ല. രാവിലെ ഇട്ട് കുഞ്ഞൻ ഭയങ്കര അലമ്പായിരുന്നു. കുളിക്കാനും അലമ്പായിരുന്നു. ഇപ്പൊ അതേ അലമ്പൊക്കെ മാറി. അമ്മിച്ച് രണ്ടുപേരും കുളിപ്പിച്ച് സെറ്റ് ആയിട്ട് ഉറങ്ങിയിട്ടുണ്ട്. കുഞ്ഞൻ ഉറങ്ങിയിട്ടുണ്ട്. ഹസി ഉറങ്ങിയിട്ടുണ്ട്. അതെ. എന്നിട്ട് അമ്മിച്ചിക്കുള്ള കാപ്പിയാ ഞാൻ കുടിച്ചതാ. അമ്മിച്ചി കാപ്പി കുടിക്കുന്ന സമയം കണ്ട ഗൈസ് 11:45. എന്തായിരുന്നു എന്ത് ഇത്ര നേരം വൈകി കാപ്പി കുടിക്കണം അമ്മിച്ചിയെ? നേരത്തേക്ക് എണീറ്റൂടെ? കരച്ചില് പറയാ സമാനായവനെ ഗൈസ്. നമ്മളുടെ ക്യാബേജ് തോരനായിട്ടില്ല കേട്ടാ. നുറുക്കി ഇതൊക്കെ ഞാൻ നുറുക്കി വെച്ചാണ്. പിന്നെ അതെ എലിശ്ശേരിയുടെ പണി കഴിഞ്ഞില്ല അമ്മച്ചി? ഇതിനകത്ത് വേപ്പലിട്ടില്ലല്ലോ അമ്മച്ചി? ഇവിടെ തകർന്നമായ പണിയിലാണ് അല്ല അമ്മച്ചേ? സമയം എത്രയെന്ന് വെച്ചേ? സമയം ഇപ്പൊ ഞാനാണ് ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കണ ഗൈസ്. ഇത് കണ്ടോ, ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണ് ഗൈസ്. ഇതിന്റെ ഫൈനലായിട്ടുള്ള ഔട്ട് അവസാനം കാണിച്ചു തരാം. ഹസിക്കുട്ടാപ്പി എണീറ്റാ ഒക്കെ കഴിഞ്ഞ ഫോൺ എടുത്തോടെ പൊന്നാപ്പി. ആ അപ്പോഴേക്ക് വായിൽ കൊണ്ടുപോയി. ഹസിക്കുട്ടൻ ഞഞ്ഞിട്ട് പരിപാടി ഇവിടെ നനിയന്റെ നൂല് കേട്ടാ അറിയോ? ഗൈസ് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടിരിക്കണം. ബാക്കി എല്ലാ കറികളും റെഡി ആയിട്ടുണ്ട്. ഞാൻ കൊച്ചിന് പാൽ കൊടുക്കാനും അത് കഴിഞ്ഞിട്ട് പാല് കൊടുത്ത് വന്നപ്പോഴേക്കും ഉണ്ടല്ലോടാ നമ്മുടെ ചിക്കൻ കറി റെഡി. ഗൈസ് നോക്കൂ, നമ്മൾ അവിടെ നിന്ന് ആ അടുപ്പുമേലായിരുന്നു നമ്മൾ തുടങ്ങിയായിരുന്നത്. എന്നിട്ട് നമ്മൾ ഈ അടുപ്പുമേക്ക് മാറ്റി തിളയ്ക്കാൻ തന്നെ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് തീർക്കേണ്ട ആവശ്യമുണ്ട്. അറ്റ് ദ സെയിം ടൈം മാരക്കടി കാണിക്കും നമ്മളെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കൂട്ടാനൊക്കെ റെഡി ആണ്. ഞാൻ ഈ പോയിട്ടെ സാധനങ്ങളൊക്കെ പകർത്തി വെക്കട്ടെ. ഞാൻ അവര് പറഞ്ഞതിന് മുന്നേ സാധനങ്ങളൊക്കെ പകർത്തി മേശമ കൊണ്ട് വെക്കാന്ന് വിചാരിച്ചാ. പക്ഷെ അപ്പോഴേക്കും അവര് വന്നു എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയൊന്നുമില്ല. ഇങ്ങനെ നമ്മളുടെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ട് അതെ നമ്മുടെ ക്യാബേജ് തോരൻ, ഞാൻ വെച്ച ചിക്കൻ, ഇന്നലെ അമ്മ ഉണ്ടാക്കിയ മാങ്ങക്കറി, എലിശ്ശേരി, ചോറ്, വെള്ളം, സാധനങ്ങളൊക്കെ സെറ്റാണ് കേട്ടോ. ഈ കത്തുള്ളത് ഓഫാക്കാം. ഇതൊക്കെ പാത്രത്തിലാക്കി വെക്കാൻ പോവാ. ഗുഡ് ഗേൾ. ഓക്കെ 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 ഓക്കെ. ഹസിക്കുട്ട ഇതാരത്? ഹസിക്കുട്ട ഹസിക്കുട്ട ഇതാരത്? ചെയ്തിട്ട് ചേച്ചി വന്നേക്കണേ. ചേച്ചിയുടെ പേരെന്തുട്ടാ? ചേച്ചിയുടെ പേര് പറഞ്ഞ ചേച്ചിയെ ചേച്ചിയുടെ പേര് പറയും. പേരെന്തിട്ടാന്ന് പേര് അബിഗേൽ റോസ്. പിടിച്ചോട്ടെ കെട്ടി പിടിക്കുണ്ണീനെ ഉണ്ണീനെ പിടിക്കുക. എല്ലാവരും പേര് പറയാ. ഉണ്ണിച്ചിരിക്കണ്ടല്ലോ. വാവ എന്ത് പറയുമ്പോ ഉണ്ണിച്ചിരിക്കണേ? ഉണ്ണിച്ചിരിക്കണേ. ആശുക്കോട്ടെ ചിരിക്കണേ. ഇവരുടെ ലാംഗ്വേജ് അവർക്ക് രണ്ടുപേർക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മനസ്സിലാവുന്നുണ്ട്. ആശുക്കുട്ട നോക്കണം കൂടി.
അവർക്ക് എങ്ങനെ ലാംഗ്വേജ് മനസ്സിലാവും പോലീസ്? ഒരേ പ്രായമില്ലതുകൊണ്ടോ? ഒരേ പ്രായം എങ്ങനെയാവണേ? ഉമ്മോടത്തെ ഉണ്ണിക്കൊരു ഉമ്മോടത്തെ. ഉണ്ണിനെ കളിപ്പിച്ചിരിപ്പിച്ചോ. ഉണ്ണി ചിരിക്കോ നോക്കാം നമുക്ക്. ശരിയുള്ളത് ചിരിക്കട്ടല്ലോ. ആകെ അടുപ്പിച്ച് പോവില്ല ഉണ്ണിക്ക്, ആകെ അടുപ്പിച്ച് പോവില്ല ഉണ്ണിക്ക്. ഇങ്ങനെ കേൾക്കണം ഉണ്ണിക്ക് സുഖം ഉണ്ടാവണം. ഞാൻ ഇങ്ങനെ കാണിക്കണേ കൊതുക് പോണതാ ഇത് കെട്ടണേ. നൂല് കെട്ടണതിന് ചടങ്ങ് സമയമൊക്കെ ഉണ്ടോ? സമയമുണ്ട്. നേരത്തെ കെട്ടണം. നേരത്തെ കെട്ടണം. എത്ര മണി സമയം? ആർക്കറിയാം? പൂജാരിയോട് ചോദിച്ചിട്ടില്ലേ? അല്ല, അങ്ങനെയൊക്കെ ഇല്ലെന്ന് പറയണോ? ഇപ്പൊ സമയം 12 ആയതുകൊണ്ട് ഞാൻ ചോദിച്ചു. നീ എവിടെയാ നടക്കണേ? മുണ്ട എവിടെയാ? ഉണ്ണിക്ക് കൊടുക്കണ്ട മുണ്ട എവിടെയാ? ഇതാരെടുക്കാൻ പോണേ? മോളിരുന്നോ? മോനിരുന്നോ? മോളെ എവിടെയാ? ഉണ്ണിയുടെ കയ്യിൽ തന്ന മോളെ എവിടെയാ? മോളെ എവിടെയാ? ഡിന്നിമോളപ്പുറത്തെ കൂടെ അവിടെ ഇരുന്നോ. ഉണ്ണി അത് കൊണ്ടുപോവാ. ജോറതിന്റെ അമ്മയുടെ അമിത അവിടെ ഇരിക്കണല്ലേ? കിട്ടാ എന്തെല്ലാം ചെയ്തു. അതെയാ കുറച്ച് കൊടുത്താ മനസ്സിലായി. അത് ഓർക്കാൻ മതി. കുഞ്ഞിക്കൈ ഹസിക്കൂട്ടം കാണണ്ടത്. പക്ഷെ വേറെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഉള്ളു. നമ്മുടെ വീഡിയോയിലില്ലേ ഗൈസ്? അതെ, ഞാൻ ഉണ്ണിക്ക് പാലെടുക്കായിരുന്നു. ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ എണീക്കുവാൻ അതിന് മുന്നേ ദേവര് ചോറിനായിരിക്കാണ്. നമ്മളെ ഉണ്ണിയുടെ നൂല് കഴിഞ്ഞു. അവൻ ഉറങ്ങി. അപ്പൊ ആ സമയത്ത് നമ്മൾ കണ്ടില്ലേ? അത് കാണിച്ചിട്ടില്ലേ? വീഡിയോ എടുത്തിട്ടില്ലേ? ആ വീഡിയോ എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ട് വരട്ടെ. ഭക്ഷണം ഇത്ര എല്ലാവരും കൂടി ഇനി അല്ലെങ്കിൽ ടൈം കിട്ടില്ല ഗൈസ്. ഓക്കെ, ഭക്ഷണം കഴിച്ചിട്ട് എന്നിട്ട് നമുക്ക് കാണാം. ചോറ് ആദ്യം, അത് കഴിഞ്ഞിട്ട് ബാക്കി. ഉണ്ണിയുടെ മേത്ത് തലയില് വെള്ളം ഒഴിച്ച് തരാ ഡിന്നിയാലിയ. പിന്നെ ആരാ? ഡെൽമിയാണോ? അമ്മേനെ ഒഴിച്ചേ? നീ ഒഴിച്ചേ? അമ്മയല്ലേ ഒഴിച്ചേ? ഡെൽമി കഴിക്കാൻ പോവാ. അമ്മച്ചി കഴിച്ചുള്ളോ? ഇത് നമ്മള് 3 പേരല്ലേ ഉള്ളൂ. അമ്മച്ചിയും ഞാനും പൊന്നൂസല്ലേ ഉള്ളൂ. ഗൈസ്, ഇന്ന് നമ്മളുടെ ചിക്കൻ കറിയാണ് നമ്മുടെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. പൊന്നൂസേ, ഇതിനകത്തത് വേറെ ആൾ കുറച്ച് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടാ ഞാൻ നോക്കുമ്പോ ഒരാളെ ഇതിനകത്ത് ഒരു പാത്രത്തിന് ഞാനേ അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോഴുണ്ടല്ലോ ഒരാള് ഉരുളിന്ന് ഇങ്ങനെ പാത്രങ്ങളിൽ ഇങ്ങോട്ട് നോക്കണേ ഉരുളിന്ന് പാത്രത്തിൽ ഇങ്ങനെ സാധനം പകർത്തുന്നത് ഈ സാധനം എന്നിട്ട് നോക്കിയപ്പോ പറയാ എന്നിട്ടാ എനിക്കുള്ളതാ. ഞാൻ കഴിച്ചോട്ടെ ഗൈസ്. ഇത് ഒരു പട്ടിനടുത്ത് ഫുഡ് കാണിക്കണല്ലേ നോക്കട്ടെ. ഒരു കുഞ്ഞു പീസ് താടി ഒരു കാര്യമുള്ളല്ലോ പൊന്നസ. ഇതില് വലിയ 2 കോഴിയുണ്ട്. 2 കോഴിയുണ്ട്. ഇത് മതി. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമല്ല അത്. അല്ല പൊന്നസ, ഇത് എന്റെ ഭാര്യ കഴിക്കുമ്പോ സന്തോഷം. മലയോട് പാത്രത്തിൽ പറഞ്ഞത് എങ്ങനെ പോണേ?
ഡി അബിഗേൽ 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 എന്തിനാ എന്റെ പേടിയല്ലേ അബിഗേൽ അബിഗേൽ കണ്ടോ എന്നെ പേടിപ്പിച്ചിരുത്തേക്ക അവള് ഹസിക്കുട്ടൻ ഹസിക്കുട്ടൻ ഹസിക്കുട്ട ഇതാരത് ഇതാരത് അപ്പൂപ്പൻ എന്തായി അമ്മച്ചി അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു അടുത്ത പരിപാടി ഗൈസ് ഇനി അടുത്ത ആഴ്ച നമ്മളുടെ മറ്റേ പരിപാടിയാ ഇനി ഫുൾ ഗൈസ് അതെ ഈ ആഴ്ചയാണ് ഗൈസ് എന്തിട്ടാ കുഞ്ഞിന്റെ മാമോയിസ കുഞ്ഞിന്റെ മാമോയിസാണ് കുഞ്ഞിന്റെ മാമോയിസക്ക് ഞാൻ ഡ്രസ് എടുത്തിട്ടുണ്ട് എനിക്ക് പൊന്നസിന് ഡ്രസ് എടുത്തിട്ടുണ്ട് പക്ഷെ ഡ്രസ് ഇതുവരെ വന്നിട്ടില്ല പൊന്നന് ഡ്രസ് ഹസിക്കുട്ടൻ അയ്യോ അത് ശരിയല്ലോ ഹസിക്കുട്ടൻ ഡ്രസ് എടുത്തല്ലേ ആന്റിയോട് പറഞ്ഞു തരണ്ടല്ല ഹസിക്കുട്ടൻ ഡ്രസ് ഹസിക്കുട്ടൻ ഡ്രസ് എടുത്തല്ലേ നീ ഇല്ല എന്റെ ആവശ്യമില്ലാടാ എന്തിട്ട് നോക്കിക്കണേ ഇത്ര നാളായിട്ടേ ഞാൻ ഇന്നാണ് ഇവിടെ ഒരു കാറ്റ് നിനക്കല്ലേ ഇവിടെ കാറ്റില്ലാന്ന് കാറ്റില്ല അതിപ്പോ പോയില്ലേ പിന്നെ കാറ്റ് ഇവിടെ കാറ്റുള്ള സ്ഥലാണ് പൊന്നൂസിന് ഭയങ്കര പരാതിയായിരുന്നല്ലോ ഇവിടെ കാറ്റില്ല കാറ്റുകാലാണ് ഇവിടെ കാറ്റുകാലാണ് ഇവിടെ കാറ്റില്ല ഇവിടെ തൃശ്ശൂര് ഒരു പാലിയേക്കര ടോള് വരെയുള്ളൂ കാറ്റ് പിന്നെ ഭയങ്കര പരാതിയായിരുന്നു ഗൈസ് ഇത് കണ്ടത് നിങ്ങള് നമ്മുടെ ഇവിടെ കാണാം കൊടുങ്കാറ്റ് നമ്മള് പറയണ പോലെ അപ്പൊ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ സീ യു ഗുഡ് നൈറ്റ്.